ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂയിലേക്ക് പോകാം. ഇന്നത്തെ ടാസ്കിന്റെ അവസാന റൗണ്ടും അവസാനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു റൗണ്ടും അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വീക്ക്ലി ടാസ്കിന്റെ മൂന്നാമത്തെ ദിവസം ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് നില ആദ്യം പറയാം നമുക്ക്. ആദില 16 പോയിന്റ്, നെവിൻ 30, നൂറ 46, സാബുമാൻ 29, അക്ബർ 31, ലക്ഷ്മി 22, ഷാനവാസിന് 59 പോയിന്റുകൾ ലഭിച്ചു കേട്ടോ. ഷാനവാസ് ഇന്ന് തകർത്ത് കളിച്ചു, ശരിക്കും തകർത്ത് കളിച്ചു കേട്ടോ. ഓരോ സ്ഥലത്തും പോയി പല സ്ഥലത്തായിട്ട് തെരഞ്ഞു നോക്കിയാണ് ഷാനവാസിന് അത്രയും പോയിന്റുകൾ ലഭിച്ചത്. 59 പോയിന്റുകൾ എന്ന് ലഭിച്ചത് അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. അത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് തന്നെ ഷാനവാസ് കളിച്ചിട്ടാണ് 59 പോയിന്റുകൾ ഇന്ന് ലഭിച്ചത്. അനീഷിന് 18 പോയിന്റുകളാണ് ലഭിച്ചത്. അനീഷാണ് സെക്കൻഡ് ലാസ്റ്റ് കേട്ടോ. അനീഷിന് അത്രയും കുറവ് പോയിന്റ് ലഭിക്കാൻ കാരണം ബെഡ്റൂമിൽ മാത്രം തിരയുകയായിരുന്നു. അതുകൊണ്ടാണ് 18 പോയിന്റുകളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷെ ഈ ടാസ്കില് അനീഷാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് ടാസ്കിന്റെ ഓവറോളില്. പിന്നെ അനുമോള് 41 പോയിന്റ്, ആര്യൻ 51, ഇന്നത്തെ ടാസ്കിന്റെ പ്രകടനത്തിൽ 51. അപ്പൊ ഈ ഒരു ടാസ്കിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആര്യന് തന്നെയാണ്. 261 പോയിന്റുകളാണ് ആര്യന് ലഭിച്ചിരിക്കുന്നത്. ഈ വീക്ക്ലി ടാസ്ക് മുഴുവനുള്ള പോയിന്റിന്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. അനുമോൾക്ക് 188, അനീഷാണ് സെക്കൻഡ്. അനീഷിന് 198 പോയിന്റുകളുണ്ട്. പിന്നെ ഷാനവാസിന് 107, ലക്ഷ്മിക്ക് 115, അക്ബർ 90, സാബുമാൻ 69, നൂറ 95, നെവിൻ 149, ആദില 133. ഇങ്ങനെയാണ് ഈ ഒരു വീക്ക്ലി ടാസ്കിന്റെ പോയിന്റ് നില. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, ആര്യൻ ഇന്ന് നല്ല രീതിയിൽ തന്നെ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അത് എപ്പിസോഡ് നല്ലപോലെ തന്നെ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് ലൈവില് ലൈറ്റായിട്ട് മിസ്സായിരുന്നു. പക്ഷെ അറിഞ്ഞത് പ്രകാരം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ആ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് ബിഗ് ബോസ് പറഞ്ഞിട്ടും സ്ക്രാച്ച് ചെയ്ത് ചുരണ്ടി നോക്കിയിരുന്നു. എന്നിട്ട് 2 പണി കിട്ടിയതില് ആ 2 എണ്ണവും മുക്കി വെച്ചിട്ടാണ് ആര്യൻ പോയിന്റ് നില പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ ആര്യന്റെ കള്ളത്തരം കയ്യോടെ ബിഗ് ബോസ് പൊക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആ ഒരു ടാസ്കിനാണെങ്കിലും അക്ബറാണ് ആര്യനെ രക്ഷിച്ചത്. 5 പാവകൾ അക്ബറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അക്ബർ ആര്യന് കൊടുത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആര്യൻ അത്രയും പോയിന്റുകൾ ആഡ് ഓൺ ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ഒരു കള്ളത്തരം കാണിച്ചു. അപ്പോൾ എല്ലാം കൂടെ ആഡ് ഓൺ ആയിട്ടാണ് ആര്യൻ ഈ ഒരു ഇത്രയും പോയിന്റുകൾ ലഭിച്ചത്. ഇതിപ്പോ കള്ളത്തരം അല്ല, സ്ട്രാറ്റജി ആണെന്നൊക്കെ ആര്യൻ ലൈവിനകത്തിരുന്ന് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഇത് കള്ളത്തരത്തിലൂടെ നേടിയതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. ഇത് രാവിലെ തുടങ്ങി അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഷാനവാസും ലക്ഷ്മിയും ഒക്കെ ഇവരൊക്കെ ആര്യനെതിരായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. എനിക്ക് പറയാനുള്ളത്, സ്ട്രാറ്റജിയെ നമ്മൾ ഒരിക്കലും കള്ളത്തരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് പാടില്ല. സ്ട്രാറ്റജിയും കള്ളത്തരവും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. 2 പണിയുടെ ആ ഒരു കാർഡ് ആര്യന് കിട്ടിയത് ആര്യൻ അത് മുക്കി വെച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ കള്ളത്തരം. അത് അറിയാമായിരുന്നിട്ട് ആര്യൻ അങ്ങനെയാണ് ചെയ്തത്. അത് വളരെ തന്ത്രപരമായിട്ട് ആദിലയുടെ അടുത്തിരുന്ന ആര്യൻ അപ്പുറത്ത് പോയി ഇരുന്ന് അത് ചുരണ്ടി നോക്കി അങ്ങനെയൊക്കെ ഉള്ള കളികൾ ആര്യൻ കളിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ടാസ്കിൽ രണ്ടാമതെങ്കിലും വന്നത്. ഷാനവാസ് ആണ് ഇന്ന് ടാസ്ക് തൂക്കിയത് കേട്ടോ. ഈ 3rd ഡേ ഈ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് തൂക്കിയത് ഷാനവാസ് ആണ്. 8 പോയിന്റിന്റെ ലീഡില് ഷാനവാസ് ആണ് തൂക്കിയിരിക്കുന്നത്. ഈ ഒരു വീക്ക്ലി ടാസ്കിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ ആര്യനാണ് ജയിച്ചത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് എന്താണ് പറയുക, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സെക്കൻഡ് ഡേ പൂർണ്ണമായിട്ടും ആര്യന്റെ പോയിന്റുകളല്ല, 5 എണ്ണം അക്ബറിൻ്റെതായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ 3rd ഡേ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാലും ആര്യൻ ഒരുപാട് സ്ഥലത്ത് പോയി നല്ല രീതിയിൽ തന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് തന്നെയാണ് സെക്കൻഡ് വന്നത്. അത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ. കള്ളത്തരം കാണിച്ചു എന്നുണ്ടെങ്കിലും അതും ഒരു പോയിന്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്. ഷാനവാസ് ആണ് ടാസ്ക് തൂക്കിയത്. വീക്ക്ലി ടാസ്കിൽ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ ആര്യനും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനീഷും ടാസ്ക് തൂക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടാസ്ക് തൂക്കി. ആര്യന്റെ പ്രായമല്ല അനീഷിന്റെ പ്രായം. അത്രയും മികച്ച രീതിയിൽ ഗെയിം കളിച്ച് ഞെട്ടിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്ന് ആഞ്ഞൊന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ അനീഷിന് ഒരു പക്ഷെ ഈ ഒരു ബോണസ് നേടാമായിരുന്നു കേട്ടോ. ബോണസും അല്ല, ഇത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എന്തോ സവിശേഷ അധികാരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു സംഭവം അതിലേക്ക് എത്താൻ അനീഷിന് വളരെ കുറവ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷിന് എത്താമായിരുന്നു, എളുപ്പത്തിൽ എത്താമായിരുന്നു. അത് ഇന്നും കൂടെ നല്ല രീതിയിലൊന്ന് കളിച്ചാൽ മാത്രം മതിയായിരുന്നു. അത് അനീഷ് കളിക്കാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ഷാനവാസ് ആണ് ഇന്ന് ജയിച്ചത്. പക്ഷെ ഷാനവാസ് ഇന്നലെ കളിക്കാത്തത് കൊണ്ട് ഷാനവാസിന്റെയും പോയിന്റ് നില താഴെ പോയി. അങ്ങനെയാണ് ആര്യൻ ഇത് ജയിച്ചത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.